ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ചൂടത്ത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്കിന്നിൻ്റെ കളറും നമ്മുടെ സൗന്ദര്യവും എല്ലാം നിലനിർത്തുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മധുരക്കിഴങ്ങും 2 ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ഞാൻ എൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ രണ്ടിനെയും നമുക്കൊന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിക്കാൻ പാകത്തിന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ക്യാരറ്റിനകത്തും മധുരക്കിഴങ്ങിനകത്തും ഒക്കെ നിറച്ച് വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും സ്കിന്നിനും നമ്മുടെ ഐ ഹെൽത്തിനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ ബ്രെയിനിൻ്റെ നല്ല ഫങ്ഷനിങ്ങിനും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ജ്യൂസും ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മധുരക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഞാൻ ഈ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് പറയാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. അപ്പോഴേ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ വെന്ത് വരുന്ന സമയത്തെ നമുക്ക് കുറച്ച് ഈന്തപ്പഴമോ കുറച്ച് ചിയാസീഡും ഒക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പാലൊഴിച്ചിട്ടാണ് ഇതിനെ സോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാലല്ല വെള്ളം വേണമെങ്കിലും ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഷേക്ക് ചെയ്യുന്നത് പാലൊഴിച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാലൊഴിച്ച് തന്നെ ഇത് രണ്ടും ഒന്ന് സോക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് രണ്ടിലും ഞാനിത് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഈ ചിയാസീഡിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ലംബിയായിട്ട് വരും കേട്ടോ സോക്കാവുമ്പോൾ. അപ്പോൾ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇത് നല്ലതായിട്ട് സോക്കായിട്ട് വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റാകാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മധുരക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇവിടെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വേവിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ആറുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെന്ത് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ബാക്കി വന്നിട്ടുണ്ട്. ആ വെള്ളവും കൂടെ ഒഴിച്ച് തന്നെയാണ് കേട്ടോ. വെള്ളം ഞാൻ കളയുന്നില്ല, വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ക്യാരറ്റും മധുരക്കിഴങ്ങും ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നന്നായിട്ട് അടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും ആ പാലും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെയും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് ഇവിടെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഹെൽത്തി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തേൻ തന്നെ ഒഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 200 ml പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ച് നല്ല അത്യാവശ്യം തിക്കായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചധികം പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. ഇപ്പോൾ ഇതേ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഗ്ലാസ്സിനകത്തേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് നല്ലൊരു തണുപ്പുള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ തണുപ്പും കൂടെ ഉള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുടിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ആ ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കാം. ആ ചിയാ സീഡ് നമ്മൾ ആ മിൽക്കിൽ സോക്ക് ചെയ്തുകൊണ്ട് അത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ട് ഇത് ശരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇട്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ആ കുറച്ച് ഈന്തപ്പഴം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ബദാമും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഇതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുടിക്കുമ്പോഴത്തേക്ക് ഇത് ഇടയ്ക്ക് കടിക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ടേസ്റ്റും ഒരു നല്ലൊരു സുഖമൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു മധുരക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇങ്ങൊന്ന് ഇളക്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിലും അത് തന്നെയല്ല വൈകുന്നേരം കഴിക്കാനാണെങ്കിലും ഒക്കെയും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ടെന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.